BDSും MBBSും കഴിഞ്ഞ് കോസ്മെറ്റോളജിയും ഡെർമറ്റോളജിക്ക് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ടാണ് അവർ ഇരിക്കണേ എന്നുള്ളത്. MBBS ഒരു ക്വാളിഫിക്കേഷൻ അല്ലേ? എന്താ നമ്മൾ ഈ വ്യാജ ഡോക്ടർ എന്നല്ലല്ലോ കുട്ടി പറഞ്ഞത്. വെറും MBBSും BDSും എല്ലാം ചെയ്ത് 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നു എന്നുള്ളത്. പിന്നെ എന്നെ മൂപ്പര് അന്ന് ചീത്ത വിളിച്ച സമയത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഫോറിൻ ഡിഗ്രി ആളില്ലേ എന്നുള്ളത്. ഈ 8 കൊല്ലം ഞാൻ കണ്ടു വീഡിയോ 8 കൊല്ലെന്നോ പാരമ്പര്യമായിട്ട് ഉള്ളൊരു പാട്. ഓക്കെ, എനിക്കൊരു മുഖത്തൊരു പാട് വന്നപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് കാണിക്കാൻ നോക്കി. അപ്പൊ ഈ 8 കൊല്ലമായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനും പോയി കാണിച്ചിട്ടില്ലേ? ക്രീമിന്റെ എന്താണ് സ്റ്റിറോയിഡ് ക്രീം ഉപയോഗിച്ചെന്നും എത്ര നാളത് ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യം കണക്ക് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിലുണ്ട്. വേറെയും കുറെ മെഡിക്കൽ കാര്യങ്ങളുണ്ട്, ഹിസ്റ്ററീസിലുണ്ട്. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മൈ വേ ബൈ കല്യാണിയും അതുപോലെ തന്നെ ഫാത്തിമ നിലൂഫർ എന്ന ഡോക്ടറിൻ്റെയും പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ കല്യാണിക്ക് പറയാനുള്ള കാര്യം കല്യാണി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അതിനെ നമ്മൾ വിമർശിച്ചിരുന്നു, ചില സംശയങ്ങൾ നമ്മൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതായത് ബില്ല് കൊടുക്കാത്തതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നമ്മൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സംശയങ്ങളെല്ലാം നീക്കിക്കൊണ്ട് തന്നെ ആ ഡോക്ടർ രംഗത്ത് വന്നിരിക്കുകയാണ്. അവിടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ബില്ല് കിട്ടാത്തതുകൊണ്ട് എന്തിനാണ് കല്യാണി ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ആ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അവിടെയൊക്കെ ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് നോക്കുമ്പോൾ നമുക്കിതിനുള്ള ആൻസർ കിട്ടും. എന്തായാലും കല്യാണിയുടെ വീഡിയോ നമ്മൾ കണ്ടു. ഇനി ഡോക്ടർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്നും കൂടെ നമുക്ക് കേട്ടു നോക്കാം. അല്ലല്ലല്ലല്ല, ആ കുട്ടിയെ 2 കാര്യം ഇവിടെ കാണിക്കുന്നത്. ഒന്ന്, ആള് അച്ഛന്റെ പാട് എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. മൂപ്പര് ഈ സൈഡിലുള്ള ഒരു മെലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിഗ്മെന്റേഷൻ വന്ന കാര്യം ഒന്ന്. അതാണ് ഇപ്പൊ ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 8 മാസം അതിനല്ല ഇവിടെ ചികിത്സയ്ക്ക് വന്നത്. സ്കിന്നിന്റെ ഒരു വേറെ ഒരു മൊത്തം സ്കിൻ ബാരിയർ, അത് ഞങ്ങളുടെ മാനേജറും പറഞ്ഞല്ലോ. അതിന് എന്ന് വെച്ചാൽ ബാരിയർ എന്ന് പറഞ്ഞാൽ മുഖത്തുള്ളൊരു പാത്രത്തിനൊരു ടെഫ്ലോൺ കോട്ടിംഗ് പോലെ നമുക്കൊരു പ്രതിരോധ ശക്തി തരുന്ന ഒരു കോട്ടിംഗ് ഉണ്ട് സ്കിന്നിന്. അത് പോയി അതുകൊണ്ടാണ് എന്ത് തേക്കുമ്പോഴും ആൾക്ക് റിയാക്ഷൻ വരുന്നത്. അത് കുറെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചാൽ മിക്ക ആൾക്കാർക്കും അത് പ്രശ്നം വരാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിലാണെങ്കിലും ഈ ചെറിയ കുട്ടികൾ ഈ കൊറിയൻ പ്രൊഡക്ട്സുകളൊക്കെ കുറെ പ്രൊഡക്ട്സ് ഉപയോഗിച്ച് വരുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ 20 വയസ്സിന് താഴെയും 20 വയസ്സുള്ള ഏർലി 20s ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ പറയുന്നതാണ്, ആ പ്രൊഡക്ട്സ് അങ്ങോട്ട് നിർത്തിയാൽ മതി. അപ്പോൾ സെൽഫായിട്ട് സ്കിന്ന് റിപ്പയർ ചെയ്യും. ജീവലക്ഷ്മിക്ക് 20 വയസ്സല്ല 18 വയസ്സല്ലല്ലോ. ആ 18 വയസ്സല്ലാത്തത് കൊണ്ട് ആ സ്കിന്നിനെ സെൽഫ് റിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള ഒരു സമയം ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു റിപ്പയറിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്ലൂട്ടത്താൻ ഇൻഫ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം, ഈ 8 മാസത്തിലെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാ, 8 മാസത്തിൽ ഒരൊറ്റ പ്രൊസീജിയർ ഞങ്ങൾ മുഖത്തിന് മേലെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്റേണലി നമ്മൾ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കണം ആ സ്കിന്ന്. ആ ഒരൊറ്റ ബാക്കി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്സിനൊന്നും നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. അതെ, ഇവിടെയൊക്കെ കല്യാണി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ മുഖത്തുണ്ടായ പാട് അത് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയെന്നാണ്. പക്ഷേ ഈ ഡോക്ടർ തന്നെ ഇപ്പം പറയുന്നുണ്ട് അത് മാത്രമല്ല കല്യാണിയുടെ പ്രശ്നം, കല്യാണിയുടെ മുഖത്ത് സ്കിൻ മൊത്തം ഡാമേജ് ആയിരുന്നു. അവിടെ ആ ഡോക്ടറിന് അത് തെളിയിക്കാൻ വലിയ പാടൊന്നുമില്ല. കാരണം കല്യാണി ഓരോ ദിവസവും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ ആ വ്യത്യസ്തത കൊണ്ട് തന്നെ മുഖത്തെ സ്കിന്ന് ഡാമേജ് ആയി. ആ ഡാമേജ് ആയ സ്കിന്നുമായിട്ടാണ് കല്യാണി അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡാമേജ് ആയ സ്കിന്ന് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് കുറേ സമയം വേണ്ടി വന്നിരുന്നു. അത് എക്സ്റ്റേണലായിട്ടല്ല കൂടുതൽ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, ഇൻറ്റേർണലായിട്ടാണ് പല കാര്യങ്ങളും ചെയ്തത് എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കാര്യം കല്യാണി എന്തുകൊണ്ട് മറച്ചു വെച്ചു? അതൊരു ചിലപ്പം ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം അത് മറച്ചു വെച്ചത്. അവിടെയൊക്കെ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചാണെങ്കിൽ കല്യാണി അവിടെ വന്നത് അച്ഛൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ പാടുകൾ മായ്ക്കാനല്ല. അത് ഡോക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ലാണ്ട് എന്താണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്? കുട്ടി വേറൊരു ശുദ്ധ നുണ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതല്ലേ? എന്തുമാതിരി വിഡ്ഢിയായിരിക്കണം അതങ്ങനെ പറയണമെങ്കിൽ. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് അല്ലാതെ വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കാര്യത്തിനൊക്കെ മെഡിക്കൽ റെക്കോർഡ്സ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതിന്റെ എല്ലാത്തിനും ബില്ലുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോ ഒരു വേണ്ട ഉദാഹരണം ഞാൻ പറയണം. മുഖത്തൊരു പാട് മാറ്റാൻ വന്ന ഒരാള്, ഓക്കെ, ഇത് ഹൈപ്പോത്തറ്റിക്കലി മനസ്സിലാക്കും. ഇപ്പൊ മുഖത്തൊരു പാടുണ്ടെന്നും പറഞ്ഞു വന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു തരേണ്ട ഒരാളാണ് ഞാൻ. അതിനൊരു ട്രീറ്റ്മെന്റും എന്താന്നുള്ളത് മുന്നോട്ട് പറയണം. പക്ഷെ പരസ്യം പോലെ പിറ്റേ ദിവസത്തെ ശരിയാവില്ലല്ലോ. ശരിയാവില്ല. അപ്പൊ ഒരു 3-4 മാസം കഴിയുമ്പോൾ അതുകൊണ്ട് ശരിയാവും. ഈ 4 മാസത്തിനുള്ളിൽ ശരിയായിട്ടില്ലെങ്കിൽ അവർക്ക് ഒച്ചുണ്ടാക്കാം. കറക്റ്റ്. ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങളുടെ അടുത്ത് നിർത്തിപ്പോവാം. ഈ 4 മാസം കഴിഞ്ഞപ്പോൾ അവര് ഹാപ്പിയായി പാടുന്ന ആ മുഖത്ത് ഈ പറഞ്ഞ പോലെ ആ ബാരിയറിനൊന്നും പ്രശ്നമില്ലാതെ അത് കറക്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ മുഖത്തെ പാട് മാറ്റാൻ വന്നവൻ പിന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ലേസർ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞവര് വേറെന്താ മൈക്രോ ഡെർമാബ്രേഷന് വേണ്ടിയിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ സന്തോഷം വന്ന് അവർ വേറെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചെയ്തതിന്റെ എല്ലാത്തിനും കൺസെന്റ് ഫോം അവർ ഒപ്പിട്ടിട്ടുണ്ടാവുമല്ലോ. അവരൊപ്പ് ഞങ്ങൾ അത് ചെയ്തിരിക്കുന്ന മരുന്ന് എന്താന്നുള്ളതും ഇല്ലെങ്കിൽ അതിനെന്താ ചെയ്തിരിക്കുന്നതിനുള്ള ഇൻവെന്ററിയിൽ നിന്ന് പോയിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ. അത് ബില്ലിലും ഉണ്ടാവുമല്ലോ. ഒരാൾക്ക് ഇങ്ങനെ നുണ പറയാൻ പറ്റുക ഞാൻ വേറെ ഒന്നും അവിടുന്ന് ചെയ്തിട്ടില്ല എന്നുള്ളത്? അത് ഞാൻ പറയുന്നത് എന്തോ ഒരു ബുദ്ധിക്കുറവ് ആ കൊച്ചിനുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞാൻ അവിടുന്ന് വേറെ ഒരു ട്രീറ്റ്മെന്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലത്തെ ക്ലിനിക്ക് വെറുതെ ഒരു കൺസെന്റും ഒന്നും ഇല്ലാതെ വെറുതെ ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നമ്മളെ പൊയ്ക്കൊന്ന് പറയോ? ഇവിടെ ഡോക്ടർ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവും. 8 മാസം വരെ അവർ ട്രീറ്റ് ചെയ്തിരുന്നു.
ആ 8 മാസം വരെ കല്യാണി സാറ്റിസ്ഫൈ ആയിരുന്നു. അതിൻ്റെ വോയിസ് റെക്കോർഡാണ് നമ്മൾ ആദ്യം കേട്ടത്. അങ്ങനെയുള്ളപ്പോൾ മെയ് മാസം വരെ സാറ്റിസ്ഫൈ ആയിരുന്ന കല്യാണി അടുത്ത ജൂൺ മാസം മുതൽ എന്തുകൊണ്ട് സാറ്റിസ്ഫൈ ആയില്ല? അവിടെ ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, കല്യാണി വേറെ ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിരിക്കാം, അവിടെ വേണമെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരിക്കാം, അതായത് നാടൻ ഭാഷയിൽ എരികേറ്റി കൊടുത്തിരിക്കാം. കാരണം ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം ബിസിനസ് ആണല്ലോ. ഒരുപക്ഷെ അത് വിശ്വസിച്ചായിരിക്കാം കല്യാണി ഇവിടെ വന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. അവിടെയൊക്കെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ് ഉള്ളതായിട്ട് കല്യാണി പറയുന്നില്ല. അവിടെയൊക്കെ കല്യാണിയുടെ പരാതിയിൽ സ്കിന്നിൻ്റെ പ്രോബ്ലം ഒന്നും പറയുന്നില്ല, ബില്ലിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഈ കല്യാണിയും കല്യാണിയുടെ ഭർത്താവും വന്നതിനെക്കുറിച്ച് ഡോക്ടർ പറയുന്നുണ്ട്. അവർക്ക് മെയ് 30 വന്ന് അവര് ഒച്ചുണ്ടാക്കുന്നതിനിടയിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറയാ, നിങ്ങൾ 3 ml, കാര്യം ആ കുട്ടിയുടെ മുഖത്ത് ചെയ്തിരിക്കുന്ന ഒരു പ്രൊസീജിയറിന് ഇത്ര ml സിറിഞ്ച് വേണം എന്നുള്ളതുണ്ട്. അപ്പൊ 3 ml സിറിഞ്ചാണ് ഞങ്ങൾ എടുത്തത്. അപ്പൊ പെട്ടെന്ന് ഭർത്താവ് ചോദിച്ചു, ഈ 3 ml സിറിഞ്ച് നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് 2 ml കുത്തിയിട്ടുള്ളൂ എന്നുള്ളത് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൽ എനിക്കറിയാം ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാ അവർക്ക്. അവർ പോയിരിക്കുന്ന ഒരു ഡെർമറ്റോളജി ക്ലിനിക്കിൽ എന്താ പറയുക, ഇത് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തൊന്നും കുത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അതൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബേഴ്സിന് അവിടേക്ക് ഇവിടേക്കൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കും. ഞാൻ എന്താ അത് പറഞ്ഞ ഉടനെ ചെയ്തതെന്നറിയോ, ആ ഫയൽ അങ്ങോട്ട് അവർക്ക് തിരിച്ചു വെച്ച് കൊടുത്തിട്ട് 3 ml സിറിഞ്ചിന്റെ 3 സ്റ്റിക്കർ കാണിച്ചു കൊടുത്തു, ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റിക്കറിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്ന, ഒരു മുഖത്ത് ഒരു സാധനം കുത്തുമ്പോൾ അത് ഏത് സിറിഞ്ച്, ഏത് ബാച്ച്, എന്ത് കുത്തി എന്നുള്ളത് മെഡിക്കൽ കമ്പനിക്കാരെ ലേബിളിംഗ് ഉണ്ട്. അത് ഞങ്ങളുടെ ഫയലിൽ ഒട്ടിക്കണം. നാളെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു സിറിഞ്ച് കാരണം ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഈ ബാച്ചിൽ നിന്നുള്ള സിറിഞ്ചിൽ നിന്നാണ്. അലർഗാൻ കമ്പനി എന്ന് പറയുന്നത് $multi-billion കമ്പനി, ലോകം മൊത്തമുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ഇതാണെന്ന് കണ്ടുപിടിക്കാൻ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തിൽ. അപ്പൊ ഞാൻ തിരിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർ രണ്ടുപേരും അവിടേക്ക് നോക്കി. അപ്പൊ സംഭവം എന്താണെന്നറിയോ, ഇത് കൊളാബിൽ ഇപ്പൊ എല്ലാവരും ഇപ്പൊ യൂട്യൂബിൽ പറഞ്ഞത് കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല, കൊളാബ് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളത്. ഇതിന് വേറൊരു വിഷയം എന്താന്ന് വെച്ചാൽ, ആ ഡെർമറ്റോളജിസ്റ്റ് ഇവരൊന്ന് കുത്തി ഇളക്കി വിട്ടപ്പോ അവർക്ക് പെട്ടെന്ന് തോന്നി, ആഹാ ഇത് ഇത്രയും വിലയൊന്നും ഇല്ല, ഇവര് നമ്മളെ പറ്റിക്കുന്നുണ്ടോ, ആ ഒരു ചിന്തയിൽ വന്നിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഇവിടുന്ന് വേണ്ട, ഇനി ബാക്കിയുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് താ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോട്ടോകോൾസ് താ, ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് ചെയ്യട്ടെ. ഒരുപക്ഷെ ഈ ഒരു ക്ലിനിക്ക് എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ ഉദ്ദേശിച്ചുള്ളതായിരിക്കത്തില്ല. അതിനെ കുറ്റം പറയാനും കഴിയത്തില്ല. അവിടെയൊക്കെ കാശുള്ളവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. അതിൽ ക്വാളിറ്റിയാണ് ഇവരുടെ മെയിൻ ഘടകമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടുത്തെ പല എമൗണ്ടുകളും, അതായത് കല്യാണി പറഞ്ഞതിൻ്റെ കൂടി ചില ക്രീമിന് 16,000 രൂപ വരെ വില ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസും ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ മറ്റ് സ്ഥാപനങ്ങളിൽ ഇത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ കല്യാണിയുടെ മനസ്സ് മാറിയതാവാം എന്നാണ് ഈ ഡോക്ടർ തന്നെ പറയുന്നത്. അവിടേക്ക് ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പും ഇല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുമ്പും ഇത് ആ പേഷ്യൻറ്റിനോട് ഇത്ര രൂപയാകും, ഇത്ര വിലയുണ്ട് ഈ പ്രോഡക്റ്റിന് എന്ന് പറഞ്ഞവരെ എഗ്രി ചെയ്തിട്ടായിരിക്കും അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതിന് ഞങ്ങൾ അറിഞ്ഞില്ല, ഇതിനെ ഞങ്ങൾ നിർബന്ധിച്ചു എന്നൊക്കെ പറയുന്ന രീതി, അതെങ്ങനെ ഇങ്ങനെ നിർബന്ധിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെയൊക്കെ അന്ന് കല്യാണിയും ഹസ്ബൻഡും വന്നതിനെക്കുറിച്ച് ഈ ഡോക്ടർ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. മെയ് 30 എന്നോട് ഇല്ലെങ്കിൽ എന്താ അറിയോ, ഏറ്റവും ഞാൻ പറയും, എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഈ ഒരു കാര്യത്തിന് ഞാനും ഇത് പറഞ്ഞു ഓരോന്ന് തെളിയിപ്പിക്കായിരുന്നു. എന്ന് വെച്ചാൽ, ഒന്ന്, ജീവലക്ഷ്മി അല്ലേ ഇത് ആദ്യം ഇട്ടത്, അതിനുള്ളൊരു എവിഡൻസ് ഞങ്ങൾ ആദ്യം കൊടുത്തു. രണ്ടാമതൊരു വീഡിയോ വന്നു, അതിന് CCTV ഫുട്ടേജ് കൊടുത്തു അല്ലേ. ഇനി ഒരു കാര്യം ചെയ്യുക, ആ ബില്ല് കിട്ടിയിട്ടില്ല എന്നല്ലോ പറഞ്ഞത്. ഒരൊറ്റ കാര്യം, ജീവലക്ഷ്മി ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊസീജിയറും GPയിൽ നടത്തിയിരിക്കുന്ന എല്ലാ എമൗണ്ടും പുറത്തൊരു സപ്പോർട്ടിങ് എല്ലാ, അപ്പൊ മൂപ്പർ എന്താ ചെയ്തിരിക്കുന്നതെന്നും അതിൻ്റെ ഉള്ള എമൗണ്ട്. അപ്പൊ എന്താ പറയുക, ഞങ്ങൾ സേഫായി. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ബില്ല് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സുഖമായിട്ട് ഞങ്ങൾ ഡിഫമേഷൻ കേസ്, പേഷ്യന്റ് പ്രൈവസി പോളിസി പലതും പറഞ്ഞ് ഞങ്ങളുടെ മേത്ത് കേസ് വരാം. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കോൾ വന്നതും അതാണ്. ദയവ് ചെയ്ത് ഇനി കൂടുതൽ എവിഡൻസസ് കൊടുക്കല്ലേ. ഡോക്ടർ ഇന്റർവ്യൂ കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ ബ്രാൻഡിനെ ബാധിക്കുള്ളൂ. എവിഡൻസ് കൊടുക്കല്, ഇത് കോടതിയിലായി. അത് ഞാൻ പറഞ്ഞത്, യു ഇൻസ്റ്റിഗേറ്റ് ഹെർ, നിങ്ങൾ പറയും, അവിടുത്തെ പറയും, നിങ്ങൾ ഇട് എന്ന് പറഞ്ഞാൽ ഇട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലീഗൽ നോട്ടീസ് പറയാം. ഹലോ, ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരം ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നെ ഇട്ടേ പറ്റൂ എന്നുള്ളത് പറയാം. ഇവിടെയൊക്കെ ഡോക്ടർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കാര്യമെങ്കിലും പുറത്തു വിട്ടാൽ അത് നാളെ ലീഗലി അവരെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കല്യാണി പുറത്തിടുകയാണെങ്കിൽ ഞങ്ങൾക്കത് റീസണായിട്ട് എടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം കല്യാണിക്ക് ഞങ്ങൾക്കെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നതായതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും പുറത്തു വിടുന്നില്ല എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വിടാത്തതുകൊണ്ടായിരിക്കും പലരും പല സംശയങ്ങളും പ്രകടിപ്പിക്കുന്നത്. അവിടെയൊക്കെ ബില്ല് നൽകിയില്ല എന്ന് പറയുന്നതിനെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞു വെക്കുന്നുണ്ട്. ബില്ല് കൊടുക്കാതിരുന്നിട്ടില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഓരോ ക്ലയന്റും ഇറങ്ങിപ്പോണ സമയത്ത് അവർക്ക് ഹാർഡ് കോപ്പി കൊടുക്കും. ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ചില ആൾക്കാർ ഡിജിറ്റൽ കോപ്പി ആയിരിക്കും. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഓഡോ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലോകം മൊത്തമുള്ള ഒരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലത്തെ ERP സിസ്റ്റം ഓഡോ സോഫ്റ്റ്വെയർ വഴി ഇപ്പോൾ ഒരു ക്ലയന്റ്
ഇറങ്ങി പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് എന്ന് വെച്ചാൽ ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്തെന്ന് വെച്ചാൽ ക്ലയന്റിന്റെ ഫുൾ പ്രൊസീജിയർ കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രോസസ്സ് കഴിഞ്ഞു, എല്ലാ ടച്ച് പോയിന്റ്സും കഴിഞ്ഞു ഇന്ന് ഫ്രണ്ട് ഡെസ്ക് ക്ലിക്ക് ചെയ്താൽ, ചെക്ക് ഔട്ട് ചെയ്തു എന്ന് ക്ലിക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആ ക്ലയന്റിലുള്ള ആഫ്റ്റർ കെയർ പ്രിസ്ക്രിപ്ഷനും ബില്ലും ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ തന്നെ ജനറേറ്റ് ചെയ്ത് അവരുടെ രജിസ്റ്റേർഡ് നമ്പറിലോട്ട് വാട്സാപ്പിലോട്ട് പോണ സിസ്റ്റം വരെ ഒന്നൊന്നര മാസമായിട്ട് ഞങ്ങൾക്ക് ഇപ്പം ഉണ്ട്. അവിടേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആയത് ഈ ബില്ലിൻ്റെ കാര്യത്തിലായിരുന്നു. ബില്ല് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യമായിരുന്നു ഞാൻ ഉന്നയിച്ചത്. ഇവിടെ ബില്ല് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അത് അവസാനത്തെ മാസത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ കല്യാണി പറയുന്നത് ആദ്യം മുതലുള്ള ബില്ല് കിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ തിരിച്ച് കല്യാണിയോടും ചോദിക്കാനുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ അതാത് മാസത്തിലെ ബില്ല് വാങ്ങിയില്ല? ഈ 8 മാസം കഴിഞ്ഞാണ് നിങ്ങൾ ബില്ല് അന്വേഷിച്ച് പോയത്. അതും എന്ത് കാരണമാണ് ഇപ്പോൾ ഉണ്ടായത്? അതിനെക്കുറിച്ചൊക്കെ കല്യാണി പറയേണ്ടതുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് പല കാര്യങ്ങളും ഡോക്ടറും പറയുന്നുണ്ട്. ഇതിനിപ്പോൾ വീഡിയോ കോളിൽ വന്നാൽ എൻ്റെ ട്രിവാൻഡ്രം ക്ലിനിക്കാർ അവർ അയച്ചു കൊടുത്തിരിക്കുന്ന എന്താ പറയുക വാട്സാപ്പിൻ്റെ എന്താ പറയുക എല്ലാ എന്താ പറയുക സ്ക്രീൻഷോട്ട്സുകൾ കാണിച്ചു തരാൻ എനിക്ക് പറ്റുള്ളൂ. നാട്ടിലെ 15 കൊല്ലമായിട്ടേ ആർക്കും ബില്ലൊന്നും കൊടുക്കാതെ നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇൻകം ടാക്സ് റെയ്ഡ് ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. നാട്ടിൽ ഇത്രമാത്രം, അതും വളരെ പ്രോമിനന്റ് ആയിട്ട് ഞാൻ നിന്നൊരു പാർട്ടി, ഒരു ക്ലയന്റ് വന്ന് പോകുമ്പോൾ ബില്ല് കൊടുക്കാതെ ഇങ്ങനെ ഞങ്ങൾ സർവൈവ് ചെയ്യോ? അതിന് ബില്ല് കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? അത് പറ. അത് നമുക്ക് ചർച്ച ചെയ്യാം. കൊടുക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? ക്യാഷ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ രണ്ട് സൈഡിലും തെളിവുണ്ടാവില്ലല്ലോ. അവർ ക്യാഷ് ആയിട്ട് തന്നതും ഉണ്ടാവില്ല, ഞങ്ങൾ ബില്ലും കൊടുത്തിട്ട്. പക്ഷേ അവിടെ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു, എന്തുകൊണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ ബില്ല് കൊടുത്തുകൊള്ളാം എന്നുള്ള കാര്യം പറഞ്ഞത്. അതായത് അവിടെ എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ബില്ല് ഇവർക്ക് കൊടുത്തുകൊള്ളാം എന്ന്. അങ്ങനെയുള്ളപ്പോൾ ആ എഴുതി കൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇവർ ബില്ല് കൊടുത്തിട്ടില്ല എന്നുള്ളതല്ലേ? അതൊരു സംശയമായിരുന്നു. അതിനും ഡോക്ടർ ആൻസർ പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓപ്പറേഷൻ മാനേജർ മിസ്റ്റർ വിഷ്ണു ആണ് 2-ാം തീയതി ഞങ്ങൾ റെപ്രസെന്റ് ചെയ്ത് കൊച്ചി ഓഫീസിൽ നിന്ന് തിരുവനന്തപുരത്ത് അവരെ വിളിപ്പിച്ചല്ലോ. നമ്മുടെ ടീം മെമ്പറും പോണല്ലോ. പോയ സമയത്ത് ഇവരാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കൊടുത്ത കാര്യങ്ങളാണ് വീണ്ടും ഇല്ല, ഞങ്ങൾക്ക് വീണ്ടും തരണം എന്നുള്ളത് എന്താ പറയാ വേണം എന്നുള്ളത് പറഞ്ഞു. ആ തരണം എന്നിട്ട് തരാലോ എന്ന് പറഞ്ഞപ്പോ നാളത്തേക്കും തരാലോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവർ വിഷ്ണു ഒപ്പിട്ടു. ഇല്ല, തരാത്ത സാധനം ഇനി തരും എന്നുള്ളതല്ല ഒപ്പിന്റെ അർത്ഥം. സാധനങ്ങൾ ഇനിയും തരാം, ഇനിയും തരാം, ഇനിയും തരാം, എത്ര പേര് വേണത്. ഞാൻ ഇന്നലെ വിളിച്ചൊരു യൂട്യൂബറിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിലോട്ട് വന്നേ, നിങ്ങൾ ക്യാമറയും കൊണ്ട് എല്ലാവരും വന്നേ, ഞങ്ങൾ ബില്ല് ഞങ്ങൾ നിരത്തി പിടിച്ചുകൊണ്ട് കാണിച്ചു തരാം. നിങ്ങൾക്കത് വിശ്വാസമാണെങ്കിൽ മാത്രം നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ മതി. അതായത് ബില്ല് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബില്ല് കൊടുത്തിട്ടില്ല എന്ന് അർത്ഥമാക്കുന്ന രീതിയിലല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞു വയ്ക്കുന്നത്. ഒരുപക്ഷെ അവിടെയൊക്കെ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും ഡോക്ടർ പറയുന്നതിലും കാര്യമുണ്ട്. എന്നിരുന്നാലും അവിടെ ഒരു സംശയം കിടക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ചികിത്സയാണ് കല്യാണി അവിടെ നടത്തിയിരുന്നത്, ഏത് രീതിയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് എല്ലാം നടത്തിയിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഡോക്ടർ പറയുന്നുണ്ട്. ഇല്ല, PRP ഒന്നും നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. കാരണം PRP ഒന്നും വെച്ചിട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്കിന്നിനില്ല. ഞങ്ങളെ സാധാരണ ഒരു ക്ലിനിക്കിൽ പോകുമ്പോൾ 4 PRP ചെയ്യൂ, സ്കിന്നിൽ ഇന്ന ചെയ്താൽ മതി, ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്താൽ, ഞങ്ങൾ ആ ഗ്രൂപ്പ് അല്ല. ഒരു സ്കിന്നിന്റെ ക്വാളിറ്റി, പോറ്, ടെക്സ്ചർ, ടോണ് ഇതിനൊരു ഓർഡറിൽ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ബേസ് സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ വീടിന് ഒരു ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെ ക്വാളിറ്റി ഇല്ലാത്ത സ്കിന്നിന്റെ മേലെ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നിലനിന്ന് പോവില്ല. ഫേഷ്യൽ നമ്മൾ എന്താ പറയുക, മുഖത്ത് ഫേഷ്യൽ ചെയ്യുമ്പോൾ 2-3 ദിവസത്തേക്ക് ഒരു തിളക്കം കിട്ടും. 4-ാമത്തെ 5-ാം ദിവസം പഴയ പോലെ ആവൂലേ? അവനവന്റെ ക്വാളിറ്റി ഉള്ള സ്കിന്നിന്റെ മേലെ എന്ത് ചെയ്യുന്നു അത് നിലനിന്ന് പോകുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള സ്കിന്നിന്റെ മേലെ നമ്മളൊരു ഓക്സിജനേഷൻ കപ്പാസിറ്റി ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ, രക്തോട്ടം മേലോട്ട് വരികയാണ്. അത് നിലനിന്ന് പോകണമെങ്കിൽ താഴ്ത്തുന്ന ക്വാളിറ്റി സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ക്വാളിറ്റിയാണ് ആദ്യം ഞങ്ങൾ നോക്കുക. ആ ക്വാളിറ്റി തന്നെ കോംപ്രമൈസ്ഡ് ആയിട്ടാണ് ഈ കുട്ടി വന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യാൻ പറ്റുമോ? അത് ഞങ്ങളുടെ റെക്കോർഡിലുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾ 4-5 മാസമായിട്ട് 4 മാസമായിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയുടെ മുഖത്ത് ഞങ്ങൾ ചെയ്തില്ല? അതിനുത്തരം പറ. ഒരു പാടായിട്ട് വന്നിരിക്കും, ഒരു 8 കൊല്ലമായിട്ട് പാടായിട്ട് വന്നിരുന്ന മനുഷ്യന്റെ മേത്ത് ഞങ്ങൾക്ക് ലേസർ അടിക്കാം, എന്ത് വേണം ചെയ്യാലോ. അവിടെ ഇത് കണ്ടിട്ട് കല്യാണി കുറ്റപ്പെടുത്താനേ കഴിയത്തുള്ളൂ. കാരണം കല്യാണി വരുത്തി വെച്ച വിന തന്നെയാണ്. അതായത് മാറി മാറിയുള്ള ക്രീമുകളുടെ ഉപയോഗം, പലതരത്തിലുള്ള ക്രീമുകളാണ് പലപ്പോഴായി ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ സ്കിന്നിൻ്റെ ക്വാളിറ്റി തന്നെ പോയി എന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോലും കഴിയത്തില്ല. തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ആ സ്കിന്നിനെ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് അവർ ട്രൈ ചെയ്തതും. ഇതിൻ്റെ ഇടയിൽ കല്യാണി പറയുന്നുണ്ടായിരുന്നു കറുത്ത മാർക്കുണ്ടായി, കറുത്ത പാടുണ്ടായി എന്ന രീതിയിലൊക്കെയുള്ള വിമർശനം നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് എന്തായാലും ഡോക്ടർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആ പാടും കുത്തും എല്ലാം കണ്ടിട്ട് അതല്ലേ ഞാൻ ചോദിച്ചത്. മുഖത്ത് വല്ല പാടോ പൊള്ളലോ അല്ലെങ്കിൽ കാര്യം. പിന്നെ സ്കിന്ന് ഇരുളിക്കും ഓരോ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. അതിനുള്ള സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നമ്മുടെ സ്കിന്ന് ഓരോ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് റിപ്പയർ ചെയ്യുമ്പോൾ ചുറ്റുമുള്ള സ്കിന്നെ വെള്ളം വലിച്ചെടുത്തിട്ട് സ്കിന്നൊന്ന് റിപ്പയർ ചെയ്യുക. ആ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഡീഹൈഡ്രേഷൻ സമയത്ത് ഒരു 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 3-4 ദിവസത്തേക്ക് സ്കിൻ ഒന്ന് ഡള്ളായിട്ടാണ് സ്കിന്ന് പിക്ക് ചെയ്യുക. അത് ഏത് ട്രീറ്റ്മെന്റും അങ്ങനെയാണ്. നമുക്ക് സ്കിന്ന് മുറിഞ്ഞു കഴിഞ്ഞാലേ സ്കിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒരച്ചിലോ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കറുത്തൊരു സ്കാബ് വരില്ലേ, ചുറ്റും ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ നമുക്ക് വരും. ആ ഡീഹൈഡ്രേഷൻ വരുന്നത് അതെന്താ വെച്ചാൽ സ്കിന്ന് റിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇതൊക്കെ നേരത്തെ കൗൺസിൽഡാ.
ആ ഒരു വളരെ ഒരു ചുരുങ്ങിയ സമയത്ത് 3-4 ദിവസത്തേക്ക് സ്കിൻ അതേമാതിരി ഒറ്റ ട്രീറ്റ്മെന്റ് പ്രൊസീജിയറേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒറ്റ പ്രൊസീജിയർ ചെയ്യുമ്പോൾ സ്കിൻ ഒന്ന് റിപ്പയർ മോഡിലോട്ട് പോകുമ്പോൾ സ്കിൻ ഒന്ന് ബാക്കിൽ നിന്ന് വലിഞ്ഞ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡൾ ആവുന്നുള്ള നേരത്തെ പറഞ്ഞത്. ഡൾനെസിന്റെ പേരിലാണോ ഈ സോഷ്യൽ മീഡിയ ചർച്ച ഉള്ളത്? ആ കുട്ടിയുടെ സ്കിന്നെ അവിടെ നന്നാക്കി കൊടുത്തതിന് ഒരു ക്രെഡിറ്റും നമുക്കില്ല. ആ കുട്ടിയുടെ സ്കിൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും എന്ത് ഉപയോഗിച്ചിട്ടായിരുന്നു ഉള്ളതും അത് എത്ര നാൾ ഉപയോഗിച്ചിട്ടു എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ഇനി കേസായിട്ട് മുന്നോട്ട് നീങ്ങുക എവറിത്തിങ്. ഞാൻ അവരെ വേറൊരു വശം ഞാൻ പറഞ്ഞത് കേട്ടു. ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം എന്നുള്ളത്. അതൊക്കെ വല്ല ഫോറൻസിക് എവിഡൻസസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. അല്ലാതെ എനിക്ക് അതിനൊന്നും തർക്കിക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താ എഴുതി ചേർക്കണ്ടേ? ഇവർ സ്റ്റിറോയിഡ് ഉപയോഗിച്ചെന്നോ? വേണ്ട. യൂട്യൂബിൽ ആ കുട്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന പല പ്രൊഡക്റ്റിനും സ്റ്റിറോയിഡ് കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് തെളിയിക്കാലോ. അവിടേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവണം, കല്യാണി ഉപയോഗിക്കുന്ന പല ക്രീമുകളിലും സ്റ്റിറോയിഡ് അടങ്ങിയവയാണ്, അതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണെന്നാണ് ഡോക്ടർ തന്നെ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ കല്യാണി പരിചയപ്പെടുത്തി കൊടുത്ത ക്രീം ഉപയോഗിച്ചവരുടെ അവസ്ഥയും ഇപ്പോൾ എന്തുമായിരിക്കും എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഒരുപക്ഷെ അതിന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ആളുകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാവാം, ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീം കൊണ്ടൊന്നും മുഖസൗന്ദര്യം കൂട്ടാൻ പറ്റില്ല. തൽക്കാലത്തേക്ക് ഒന്ന് വെളുത്തിരിക്കും, അതിനുവേണ്ടി ഇതൊക്കെ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അവിടെയൊക്കെ ഡോക്ടറിൻ്റെ പ്രൊഫഷനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരിതൊരു പാഷനായിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ് പാഷൻ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാമുണ്ട്, ബിസിനസ്സുണ്ട്, പൈസ ഒരു വലിയ ഘടകമാണ്. എന്തായാലും അതിനെക്കുറിച്ചും ഡോക്ടർ പറയുന്നുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്യണം. ഒരു യൂട്യൂബോ ഒരു ഊബറോ ഒരു ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. സത്യം വിശ്വസിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നാട്ടിലോട്ട് വന്നത് എനിക്കറിയാവുന്ന എൻ്റെ പണി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കിതിനൊരു പാഷനായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത സാധനമൊന്നും എഴുതി കൊടുക്കാറില്ല. പക്ഷെ ഓരോരുത്തരുടെ പ്രശ്നമായിട്ട് അവർ വരുമ്പോൾ ആ പ്രശ്നം ഗുരുതരമാണെങ്കിൽ അതിനനുസരിച്ചൊരു സൊല്യൂഷൻ പറയും. അതിനനുസരിച്ചുള്ള എക്സ്പെൻസ് വരും. പ്രശ്നം ഗുരുതരമല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ വളരെ ലൈറ്റ് ആയിരിക്കും. അതിന് വലിയ ചെലവും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളെ പോലത്തെ ഒരു ബ്രാൻഡ് കൃത്യമായിട്ട് ആൾക്കാരെ ഗൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ ഞാൻ പോകുന്നു. കാരണം ഇപ്പൊ ഒരു കമ്പനി ഇങ്ങനെയൊക്കെ വലുതാവുന്ന സമയത്ത് നമുക്ക് ഓപ്പറേഷൻ ടീമുണ്ട്, IT ടീമുണ്ട്, അക്കൗണ്ട്സ് ടീമുണ്ട്, ഇതുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. ഞാൻ എവിടെയെങ്കിലും ഞാനോ എൻ്റെ ടീമോ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ അക്കൗണ്ട്സ് ടീമിന് മൊത്തം ചെകഞ്ഞ് മനസ്സിലാക്കി എല്ലാത്തിനും ബില്ല് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊസീജിയേഴ്സും വാങ്ങിച്ചിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും എല്ലാം കൊടുത്തിട്ടുണ്ട്. 30-ാം തീയതി എൻ്റെ അടുത്ത് വന്നിട്ട് അവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇരിക്കുന്ന സപ്ലിമെന്റ്സ് എന്താ പറയാ പൊട്ടിക്കാത്ത സപ്ലിമെന്റ്സ് ഇനി ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ഡെസ്കിൽ ഈ പറഞ്ഞ മാതിരി പ്രൊഡക്ട്സ് ഇങ്ങനെ തന്നപ്പോൾ അതിനുള്ള റീഫണ്ട് തരാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ആ റീഫണ്ട് പ്രോസസ് ചെയ്തതിന്റെ ഒക്കെ തെളിവ് ഞാൻ തരാലോ. സമാധാനമില്ലാത്ത ഒരു കാര്യമുണ്ട്. പൊട്ടിക്കാത്ത പ്രൊഡക്റ്റ് ആണോ, ഇവിടെ ഇട്ടോ, ഞാൻ തിരിച്ച് കാശ് തരാം, കാര്യം തീർന്നല്ലോ. ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് മറ്റുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ മാതിരി ചെലവ് കുറവായതുകൊണ്ട് നിങ്ങൾ കാശ് തിരിച്ചു തരണം എന്ന് പറയുന്നത് ന്യായമാണോ? അല്ല. അത് ആ ദേവ് എന്ന് പറഞ്ഞ യൂട്യൂബർ ഞങ്ങളുടെ മാനേജറോട് സംസാരിച്ചപ്പോൾ മാനേജർ പറഞ്ഞല്ലോ, എല്ലാ കാശും ആദ്യം പറഞ്ഞിട്ടല്ലേ, എന്നാ പിന്നെ ഒന്ന് പുറത്തുപോയി അന്വേഷിച്ചൂടെ ഇരുന്നില്ലേ? പിന്നെ ഇത്രയും ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റേറ്റ് ഉണ്ട്. എല്ലാ ക്വാളിറ്റി ഉള്ള സാധനത്തിനും അത്ര റേറ്റ് ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ വെൻ വി സെറ്റ് സർട്ടൻ സ്റ്റാൻഡേർഡ് ബാർസ് ഇൻ ദ സിസ്റ്റം, ഓഫ് കോഴ്സ് ബിസിനസ് അങ്ങനെയല്ലേ ഓടാ. അതെ, ഡോക്ടർ പറഞ്ഞു വെച്ചിരിക്കുന്ന വേറൊന്നുമല്ല, പൈസയുള്ളവർ വന്നാൽ മതി, അല്ലാതെ ഉള്ളവർക്ക് പല സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഇത്രയും ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് പറയുന്നത്. അതായത് കാശുള്ളവർക്ക് വേണ്ടി. അതിനെ കുറ്റമൊന്നും പറയാൻ കഴിയത്തില്ല. അവരത്രമാത്രം ക്വാളിറ്റി നൽകുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള പൈസയും വാങ്ങുന്നു, അത്രമാത്രം. എത്ര വില എന്നൊന്ന് പറയോ? നമ്മുടെ ജിബി ഫേസ് വാഷ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഇത് 3ഉം. പിന്നെ ഒരു ടാർഗറ്റഡ് ട്രീറ്റ്മെന്റ് ഉണ്ട്, കോസ്മലാൻ. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല, ഇറ്റ്സ് എ സ്പാനിഷ് പ്രൊഡക്റ്റ്, മീസോ എസ്തറ്റിക്കിന്റെ സ്പാനിഷ് പ്രൊഡക്റ്റ് ആണ്. അത് 16,000 രൂപ എന്തോണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ദെയർഫോറൈമിന്റെ പ്രൊഡക്റ്റിന്റെ വില. നമ്മുടെ ഫേസ് വാഷിന് എത്ര വില? ജെന്റൽ വൈപ്പിംഗ് ഗ്ലൻസ് ഒരു 600-800, അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ആക്റ്റീവ് ഫേസ് വാഷിന് 450, സൺസ്ക്രീൻ ഒരു 800. ഇതാണ് ഞങ്ങളുടെ വില. അത് ദെയർഫോറൈമിന്റെ അല്ല, അത് കോസ്മലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡീ പിഗ്മെന്റേഷൻ ക്രീമാണ്. ആ ഡീ പിഗ്മെന്റേഷൻ ക്രീം മൂപ്പര് ഭർത്താവിനും കൂടെ ഒന്നിച്ച് അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ചെറിയ ഡബ്ബ ഒരു കൊല്ലത്തോളം നിൽക്കും. അതൊരു സ്പാനിഷ് ആയിട്ടുള്ള ബ്രാൻഡ്, മീസോ എസ്തറ്റിക് ഇസ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ. എല്ലാ ഡോക്ടർമാരും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ അടുത്ത് തന്നെ വാങ്ങിച്ചത്. നമുക്ക് ദെയർഫോറൈമിന്റെ പ്രൊഡക്ട്സിൽ ഒരു വിധത്തിലും അങ്ങനെ ഒരു മരുന്നല്ല, ദെയർഫോറൈമിന്റെ പ്രൊഡക്ട്സിനൊന്നും അങ്ങനെ വിലയില്ല. ഇവര് കോസ്മലാൻ എന്ന് പറഞ്ഞിരിക്കുന്ന അടിച്ചേൽപ്പിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാ. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളാണ്, കോളറി കയറി പിടിച്ചിട്ട് എനിക്കിടോ എനിക്ക് പറയാൻ പറ്റുമോ? ഒരു MVD പോലീസ് ഓഫീസറിനും ഒരു MVD ഇൻസ്പെക്ടർ പോലീസ് ഓഫീസറിനും പറഞ്ഞാൽ ഇത്ര നാൾ പറഞ്ഞത് അവസാനം തെളിഞ്ഞ നാളെ MVD ആണെന്ന്. ഇൻസ്പെക്ടറിന്റെ എനിക്ക് എല്ലാ വട്ടം എനിക്ക് ഞാൻ കണ്ട സമയത്തൊക്കെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഞാൻ ക്ലിനിക്കിൽ അയാളെ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവും കൂടെ വന്നിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഭർത്താവിനോട് ഞാൻ അടിച്ചേൽപ്പിച്ചു അങ്ങനത്തെ എല്ലാ ട്രീറ്റ്മെന്റിന്റെയും ഓരോ സ്റ്റേജിന് ഇപ്പൊ ക്വാളിറ്റി സ്റ്റേജിൽ എന്ത് ചെയ്യണം, അത് 3-4 മാസത്തേക്ക് ഒരു പ്രോട്ടോകോൾ, 2 മാസത്തെ ഒരു പ്രോട്ടോകോൾ ഒക്കെ ഒരു ക്ലയൻസിന് ഞാൻ കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് ഞാൻ കാണുന്നില്ല, ആ സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ വീണ്ടും റിവ്യൂ ചെയ്യും എവിടെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട്. അത്
ഞാൻ ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്. ഒന്ന് നമ്മൾ ദർഫോറൈമിൽ വന്നാലേ ഒരു കാര്യം ഇന്ന് ചെയ്താൽ തന്നെ 10ാമത്തെ ദിവസം നമുക്ക് രണ്ടുപേർക്ക് 2 റിസൾട്ടാണ്. പ്രൊഡക്ട്സും സൺ എക്സ്പോഷറും ആയിരിക്കില്ല. എന്റെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന സ്കിന്നായിരിക്കും അപ്പൊ ഞാൻ ഓരോ സ്റ്റേജിൽ റിവ്യൂ ചെയ്യണം. എവിടെ എത്തി എന്നറിയാൻ. ആ സ്റ്റേജസിലൊക്കെ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഭർത്താവ് വന്നിരുന്നു. ആ പ്രോട്ടോക്കോളിൽ കോസ്മെലാൻ ട്രീറ്റ്മെന്റ് എഴുതിയിരിക്കുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ എന്റെ ട്രീറ്റ്മെന്റിന്റെ ലിസ്റ്റിൽ ഞാൻ എഴുതുമ്പോൾ അടിച്ചേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ MVD-കാരൻ്റെ അടുത്ത് താനിത് എടുത്തിട്ടില്ലെങ്കിൽ എന്നാണോ അതാണ് ഉദ്ദേശിച്ചത്? എന്താ അത്? വളരെ മോശമായിട്ട് സംസാരിച്ചു. മോശമായി എന്നുള്ള സംസാരിക്കുന്നതിന് അസഭ്യമായ ഭാഷയല്ല. എന്നുവെച്ചാല് എന്നെ തെറി വിളിച്ചിട്ടില്ല. നോ, തെറി വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു ആണ് തെറി വിളിക്കാതെ തന്നെ ഒരു ഡോക്ടറിനോടോ ഒരു സ്ത്രീനോടോ കൈ ചൂണ്ടി ആക്ഷനിൽ സംസാരിച്ച് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നത് മോശമായിട്ടുള്ള പെരുമാറ്റമാണോ? എനിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ പോലീസിനോട് പോയി കംപ്ലയിന്റ് ചെയ്യാലോ എന്നെ തെറി വിളിച്ചു എന്നുള്ളത്. എന്ത് വേണമെങ്കിലും എനിക്ക് പറയാലോ. ഒരു ഡോക്ടറിനെ വന്നിട്ട് ഒരാൾ തെറി വിളിച്ചു എന്നുള്ളത്. പറഞ്ഞ അയാൾ തെറിയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ അയാൾ വളരെ മോശമായിട്ടെന്ന് മാത്രമല്ല, ഒരു ഒരു ഗവൺമെന്റ് ഒഫീഷ്യല് വന്നൊരു ക്ലിനിക്കിൽ വന്നിട്ട് മെറ്റാ ക്ലാസ് ഇപ്പൊ നിങ്ങൾ വന്നു, നാട്ടുകാർ വന്നു, സാധാരണക്കാർ വന്നു, മെറ്റാ ക്ലാസ്സിൽ വന്നു. അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കും എന്ന് വിചാരിക്കുക. ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഒരു മെറ്റാ ക്ലാസ് ഇട്ട് വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ? അവിടെയൊക്കെ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ ശരിയായിരുന്നില്ല, അദ്ദേഹം തെറിവിളിയോ ഒന്നും നടത്തിയിട്ടില്ല, എങ്കിലും അദ്ദേഹം കൈ ചൂണ്ടി വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിച്ചതെന്ന്. കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ ലീഗലി രജിസ്റ്റർ ചെയ്യാൻ മാത്രം ഇതിലുണ്ടോ അതിന്? കസ് ക്രിയേറ്റ് ചെയ്തൊരു മനുഷ്യനെ പുറത്താക്കൂ. ബാക്കി പിന്നെ എന്താന്നുള്ളത് കാണാം. ബില്ലല്ലേ വേണ്ടുള്ളൂ, ബില്ല് അയച്ചു തരാം. നിങ്ങൾ ഒരു ഒരു എന്താ പറയാ, വേണ്ട ബില്ല് റിക്വസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഫോമൽ എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അയച്ചു തന്നിട്ട് ഞങ്ങൾ അയച്ചു തന്നിട്ടില്ലെങ്കിൽ അതൊക്കെ വലിയ തെറ്റാ. അവിടെ കടന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആളത് പറയുന്നുണ്ട് ആ വീഡിയോയില്. റിലയൻസിന്റെ എന്തോ ഒരു കാര്യത്തിൽ ബോംബെ പോയിട്ടാണ് മുംബൈ പോയിട്ടാണോ ഞാൻ അത് എടുക്കാന്നുള്ളത്. കറക്റ്റാ, അത് കറക്റ്റ് തന്നെയാണ്. 8 മാസം മുന്നേ ഉള്ളൊരു ബില്ല് വേണമെങ്കിൽ ഞങ്ങൾ കൊച്ചി കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് തരാം. എന്നെ വന്ന് കണ്ടത് ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച ഇല്ല. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവര് വന്ന് പ്രശ്നം ഉണ്ടാക്കി. അത് ശരി, അപ്പൊ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്ന്, ഇവര് അപ്പൊ ബില്ല് തരില്ല എന്നുള്ളത് സ്ഥാപിക്കുന്നത് മാത്രമാണോ ഇവരുടെ വശം? കാരണം 8 മാസം മുന്നേ ഉള്ള ആ ഡോക്ടർ പറയുന്നുണ്ട്, ഈ മാസത്തെ ആണെങ്കിൽ ദേ ഇപ്പൊ എടുത്തോണ്ട് പോയിക്കോ. അപ്പൊ എന്താ ബില്ല് തരാണ്ട്? അപ്പൊ ബില്ല് എങ്ങനെ ആൾക്ക് കള്ളത്തരം ഉണ്ടെങ്കിൽ ആ ഡോക്ടർ പറയും. ആ വീഡിയോയിൽ ഉണ്ടല്ലോ അത്. ഈ മാസത്തെ ആണെങ്കിൽ ദേ ഇപ്പൊ തരാം. 8 മാസം മുന്നേ ഉള്ളത് ഓഫീസിൽ നിന്ന് എടുക്കണ്ടേ? ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് സിസ്റ്റത്തിൽ നിന്ന് ഒന്ന് എടുക്കണ്ടേ? ബില്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അവർ ബില്ലിൽ കയ്യിൽ ഇല്ലാത്തോണ്ടാണോ? അപ്പൊ ഞാനേ തിരിച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചിരുന്നു അവർക്ക്, സെയിങ് ദാറ്റ് ഞങ്ങൾ എല്ലാം തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തൊരു ബില്ല് തരണമെങ്കിൽ അത് സ്പെസിഫിക്കലി തരാം. നിങ്ങൾക്ക് ഈ പകുതി ബില്ല് തന്നു എന്ന് പറഞ്ഞല്ലോ, ബാക്കി പകുതിയുടെ നിങ്ങളുടെ പേയ്മെന്റ് ഡേറ്റ്സ് തരികയാണെങ്കിൽ അത് ഞങ്ങൾ പ്രോസസ് ചെയ്ത് തരാം. നമ്മൾക്ക് മനസ്സിലാവണില്ല അവർ. അപ്പൊ അത് അല്ല, മുഴുവൻ ബില്ല് വേണോ? തരാം. മുഴുവൻ ബില്ല് രജിസ്റ്റേർഡ് ആയിട്ട് തരണോ, അത് ഇമെയിൽ ആയിട്ട് തരണോ? ഇമെയിൽ ആയിട്ട് തരണമെങ്കിൽ ഇമെയിലിന്റെ അഡ്രസ് ഞങ്ങൾക്ക് അയക്കൂ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണി കൊടുത്ത കേസിൽ തന്നെ പറയുന്നുണ്ട് അവരുടെ ബില്ല് കിട്ടണം, അതുപോലെ തന്നെ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ ചാർട്ടും കിട്ടണം. അല്ലാതെ വേറൊന്നും ആ കേസിൽ കല്യാണി പറയുന്നതുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടോ എന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഇവിടെ ഇവർ പറയുന്നത് മാത്രമാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്, അതിനനുസരിച്ചാണ് റിയാക്റ്റും ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഇതിനകത്ത് എന്തുമാത്രം സത്യങ്ങളുണ്ട്, ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളത് ഇവർ തന്നെ തെളിവുകൾ പുറത്തുവിട്ടാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പറയാൻ കഴിയത്തുള്ളൂ. അല്ലാത്ത പക്ഷം കല്യാണിയുടെ സൈഡ് പറയുന്നു, ഡോക്ടറിൻ്റെ സൈഡ് പറയുന്നു. അവിടെ ഏറ്റവും വില്ലനായിട്ട് നിന്നത് ബില്ല് കൊടുത്തില്ല എന്നുള്ള കാര്യമാണ്. ഇനി ഇതിനെന്തെങ്കിലും കല്യാണിക്ക് പറയാനുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോയോട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.